ഈ ഒരൊറ്റ മാല നിങ്ങളുടെ കഴുത്തിലിട്ടാൽ നിങ്ങളുടെ തലവര മാറും. വർഷങ്ങളായി നിങ്ങളെ അലട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറും. നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരും. ബിസിനസ് പച്ച പിടിക്കും. കഴിഞ്ഞ കുറച്ച് കാലമായി രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യങ്ങളാണിത്, അല്ലേ? സിനിമാ സീരിയൽ സെലിബ്രിറ്റികൾ മുതൽ സാധാരണ കോളേജ് കുട്ടികൾ വരെ ഇപ്പോൾ ഈ ഒരു കരിങ്ങാലി മാലയുടെ പിന്നാലെയാണ്. സ്വർണവും വെള്ളിയും ഉപേക്ഷിച്ച് ആളുകൾ ഇപ്പോൾ ഒരു കഷ്ണം മരത്തിന്റെ പിന്നാലെ പായുന്നു. 500 രൂപ മുതൽ 5000-ഉം 10,000-ഉം രൂപ വരെ കൊടുത്താണ് പലരും ഇത് വാങ്ങുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഈ കരിങ്ങാലി മാലയ്ക്ക് പിന്നിലെ യഥാർത്ഥ സത്യം എന്താണ്? ഇത് ശരിക്കും ഒരു അത്ഭുതമാണോ, അതോ മലയാളികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ ഇറങ്ങിയ വെറും ഒരു വലിയ ബിസിനസ് തട്ടിപ്പാണോ? കരിങ്ങാലി മാല വാങ്ങുന്നവർ അല്ലെങ്കിൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇന്ന് പുരാണ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതറിയാതെ ആരും ഇനി 1 രൂപ പോലും കൊടുത്ത് കരിങ്ങാലി മാല വാങ്ങരുത്. നമസ്കാരം സുഹൃത്തുക്കളെ, പുരാണ കഥകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കരിങ്ങാലി എന്നതാണ്. കരിങ്ങാലി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട 100 കണക്കിന് വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ മരമാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഖദിര എന്നാണ് വിളിക്കുന്നത്. പണ്ടുകാലം തൊട്ടേ നമ്മളുടെ നാട്ടിൽ കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന ശീലമുണ്ട്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ശരീരത്തിന് തണുപ്പ് നൽകാനും രക്തം ശുദ്ധീകരിക്കാനും ഇത് വളരെ നല്ലതാണ്. സ്കിൻ ഡിസീസ് മാറ്റാൻ ആയുർവേദത്തിൽ കരിങ്ങാലി വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിങ്ങാലി മരത്തിന് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഓറ ഉണ്ട് എന്നത് സത്യമാണ്. ക്ഷേത്രങ്ങളിൽ പല ആവശ്യങ്ങൾക്കും ഹോമങ്ങൾക്കും ഈ മരം ഉപയോഗിക്കാറുണ്ട്. കരിങ്ങാലി ധരിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അതിനൊരു സയൻസ് ഉണ്ട്. നമ്മൾ ഈ തടി ശരീരത്തിൽ മുട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വിയർപ്പുമായി ഇത് പ്രവർത്തിക്കുകയും ഈ തടിയിൽ നിന്നുള്ള ഔഷധ ഗുണങ്ങൾ വളരെ ചെറിയ അളവിൽ നമ്മുടെ സ്കിൻ വഴി ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുവഴി ശരീരത്തിന് ഒരു പ്രസരിപ്പും ശാന്തതയും കിട്ടും. ഇത് മെഡിക്കലി പ്രൂവായ കാര്യമാണ്. ആയുർവേദത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന വലിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മാന്ത്രിക മാലയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഒരു മാല കഴുത്തിലിട്ടത് കൊണ്ട് മാത്രം ആരും കോടീശ്വരന്മാരാകില്ല, കടങ്ങൾ തീരില്ല, ലോട്ടറി അടിക്കില്ല. അതൊക്കെ വെറും മാർക്കറ്റിംഗ് തട്ടിപ്പാണ്. ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കുന്ന കഥകളാണത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ധരിക്കാം, മനസ്സിനൊരു സമാധാനം കിട്ടും. അതിനപ്പുറം ഇതിൽ യാതൊരു മാജിക്കുമില്ല. എന്നാൽ ഏറ്റവും വലിയ അപകടം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ആയിരങ്ങൾ കൊടുത്ത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ കടകളിൽ നിന്നോ വാങ്ങുന്ന കരിങ്ങാലിമാല ശരിക്കും ഒറിജിനലാണോ? ചതി ഇവിടെയാണ് തുടങ്ങുന്നത്. ഡിമാൻഡ് കൂടിയപ്പോൾ മാർക്കറ്റിൽ മുഴുവൻ വ്യാജ കരിങ്ങാലി മാലകൾ നിറഞ്ഞു. വ്യാജനെന്ന് പറയുമ്പോൾ വെറും പ്ലാസ്റ്റിക് മണികൾ മാത്രമല്ല. ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ വില കുറഞ്ഞ സാധാരണ വെളുത്ത തടികളിൽ കെമിക്കൽ കളർ അടിച്ചാണ് ഇപ്പോൾ പലരും കരിങ്ങാലി എന്ന പേരിൽ വിൽക്കുന്നത്. കറുപ്പ് നിറം കിട്ടാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ പെയിന്റും ഷൂ പോളിഷും എന്തിന് ഹെയർ ഡൈ വരെ ഉപയോഗിക്കുന്നവരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണോ നിങ്ങൾ കഴുത്തിലിടുന്നത്? ഇത്തരം കെമിക്കൽ അടിച്ച മാലകൾ കഴുത്തിലിട്ട് നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോഴോ വിയർക്കുമ്പോഴോ എന്ത് സംഭവിക്കും? ആ വിഷാംശമുള്ള കളറും കെമിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങുകയും വലിയ രീതിയിലുള്ള സ്കിൻ അലർജികൾ, ഇൻഫെക്ഷനുകൾ എന്നിവ ഉണ്ടാവുകയും ചെയ്യും. കഴുത്തിന് ചുറ്റും ചൊറിഞ്ഞു തടിക്കുക, തൊലി അടർന്നു പോവുക തുടങ്ങി ദീർഘകാലം ഉപയോഗിച്ചാൽ സ്കിൻ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യവും ഐശ്വര്യവും കിട്ടാൻ വേണ്ടി ആയിരങ്ങൾ കൊടുത്തു വാങ്ങി അവസാനം സ്കിൻ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് പലർക്കും എന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന കാശിന് യാതൊരു വിലയുമില്ലാതെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാധനങ്ങളാണ് പലരും കഴുത്തിലണിയുന്നത്. അപ്പോൾ ഒറിജിനൽ കരിങ്ങാലി എങ്ങനെ തിരിച്ചറിയാം? വ്യാജന്മാരെ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളൊരു മാല വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഈ 4 ടെസ്റ്റുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങളുടെ ജീവനും പണവും രക്ഷിക്കും. ഒന്നാമത്തെ കാര്യം വാട്ടർ ടെസ്റ്റാണ്. ഒരു ഗ്ലാസ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ നിങ്ങൾ വാങ്ങിയ മാലയിട്ട് വെക്കുക. വ്യാജനാണെങ്കിൽ, അതായത് കെമിക്കൽ കളർ അടിച്ചതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലെ കളർ ഇളകി വെള്ളം വല്ലാതെ കറുത്തതോ അല്ലെങ്കിൽ ഡാർക്ക് ചുവപ്പോ ആകും. വെള്ളം കലങ്ങും. മാലയിൽ അടിച്ചിരിക്കുന്ന ചായം വെള്ളത്തിൽ അലിയുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഇതൊരു കെമിക്കൽ കളറാണെന്ന് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒറിജിനൽ കരിങ്ങാലിയാണെങ്കിൽ പെട്ടെന്നൊരു മാറ്റവും കാണില്ല. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ വെള്ളത്തിനൊരു ചെറിയ മഞ്ഞ കലർന്ന ഇളം ചുവപ്പ് നിറം വരും. വെള്ളം കലങ്ങില്ല, നല്ല ക്ലിയർ ആയിരിക്കും. നമ്മൾ കുടിക്കുന്ന കരിങ്ങാലി വെള്ളത്തിൻ്റെ അതേ നിറവും വളരെ ചെറിയൊരു നാച്ചുറൽ മണവും അതിനുണ്ടാകും. ആ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായി കുടിക്കാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം സ്ക്രാച്ച് ടെസ്റ്റാണ്. മാലയിൽ ഒരു മണിയെടുത്ത് സാൻഡ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരുക്കൻ കല്ലുകൊണ്ടോ നന്നായി ഉരച്ചു നോക്കുക. കളറടിച്ച വ്യാജനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിലെ വെളുത്ത തടി പുറത്തു വരും.
പുറത്തു മാത്രം ഡൈ അടിച്ചതാണ് ഇതെന്ന് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. എന്നാൽ ഒറിജിനൽ കരിങ്ങാലിയാണെങ്കിൽ ഉള്ളിലും പുറത്തും ഒരേ കടുംനിറം തന്നെയായിരിക്കും. എത്ര ഉരച്ചാലും ഉള്ളിൽ വെളുപ്പ് കാണില്ല, മറിച്ച് ആ മരത്തിൻ്റെ സ്വാഭാവികമായ നിറം തന്നെ നിലനിൽക്കും. മൂന്നാമത്തെ കാര്യം ഭാരവും തിളക്കവുമാണ്. യഥാർത്ഥ കരിങ്ങാലിത്തടിക്ക് അത്യാവശ്യം നല്ല ഭാരമുണ്ടാകും. തടികളിൽ വെച്ച് ഏറ്റവും സാന്ദ്രത കൂടിയ, അതായത് ഡെൻസിറ്റി കൂടിയ തടികളിലൊന്നാണിത്. അത് വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് താഴ്ന്നു പോകും. പ്ലാസ്റ്റിക് പോലെയോ മറ്റ് ഭാരം കുറഞ്ഞ തടികൾ പോലെയോ അത് പൊങ്ങിക്കിടക്കില്ല. അതുപോലെ നല്ല ഒറിജിനൽ മാലയ്ക്ക് ഒരിക്കലും അമിതമായ തിളക്കമുണ്ടാകില്ല. കാണാൻ വളരെ നാച്ചുറലായ ഒരു പരിക്കൻ ഫിനിഷായിരിക്കും. അണിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എണ്ണമയം തട്ടി പതിയെ പതിയെയാണ് അതിന് തിളക്കം വരുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കണ്ണാടി പോലെ തിളങ്ങുന്ന മാലകൾ കൂടുതലും വാർണിഷ് അല്ലെങ്കിൽ കെമിക്കൽ പോളിഷ് ചെയ്ത വ്യാജന്മാരായിരിക്കും. നാലാമത്തെ കാര്യം കാതൽ ടെസ്റ്റാണ്. നിങ്ങൾക്ക് എന്നിട്ടും സംശയമുണ്ടെങ്കിൽ മാലയിൽ ഒരു മണി ചുറ്റുക കൊണ്ടോ മറ്റോ അടിച്ച് പൊട്ടിച്ച് നോക്കുക. കരിങ്ങാലി മരത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കാതൽ ഭാഗം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മണി പൊട്ടിച്ചാലും ഉള്ളിൽ പൂർണ്ണമായും ഒരേ നിറവും ഒരേ ടെക്സ്ചറും ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ കരിങ്ങാലി എന്നത് നമ്മുടെ പ്രകൃതി തന്ന വളരെ നല്ലൊരു ഔഷധമാണ്. അത് ധരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും നല്ലത് തന്നെയാണ്. അതിലൊന്നും ആർക്കും യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആയുർവേദ കടകളിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് തടി വാങ്ങി ഉണ്ടാക്കുന്നവരിൽ നിന്നോ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്ന പരസ്യം കണ്ട് വെറുതെ 500 1000 രൂപ കൊടുത്ത് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം കെമിക്കൽ മാലകൾ വാങ്ങി കഴുത്തിലിടാതിരിക്കുക. അത് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മാലയിട്ടാൽ തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ യാതൊരു പ്രശ്നങ്ങളും. അത് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുക. കഠിനാധ്വാനവും നല്ല ചിന്തകളും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. അല്ലാതെ പ്ലാസ്റ്റിക് മാലയിട്ടാൽ ആരും ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാകില്ല. കരിങ്ങാലി അതിനൊരു ചെറിയ പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയേക്കാം. അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോകാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കരിങ്ങാലിമാല ഉപയോഗിക്കുന്നവരാണോ അതോ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? നിങ്ങളുടെ അനുഭവങ്ങൾ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും, താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഇൻഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ഈ വലിയ തട്ടിപ്പിൽ വീഴാതിരിക്കട്ടെ, നിങ്ങളുടെ വിലയേറിയ പണം നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ അറിവുകൾക്കും നമ്മുടെ പുരാണങ്ങളിലെയും ആചാരങ്ങളിലെയും യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടുന്ന വീഡിയോകൾക്കുമായി ഈ പുരാണം കഥകൾ എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കിടിലൻ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.